ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക മാമ്പഴ പുളിശ്ശേരി ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ അറിയണതല്ലേ എന്ന്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ അത് കൂടുതൽ ടേസ്റ്റ് ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. സാധാരണ ചെറിയ മാങ്ങയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ഞങ്ങൾക്കിവിടെ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാനിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്ന് ഒരു 6 കഷ്ണം മാങ്ങ ഞാൻ ഒരു ബൗളിലെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ആ പാനിലേക്ക് 2 നെടുകെ കീറിയ പച്ചമുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഇത് വെന്ത് വരുന്ന നേരത്തിൻ്റെ ഉള്ളിൽ ഒരു മിക്സി ജാർ എടുത്ത് അതിൽ 1.5 കപ്പ് ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ വെള്ളമല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം 1.5 കപ്പ് തൈര് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മാങ്ങ നന്നായി വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി ഏകദേശം ഒരു 1 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും 1 കപ്പ് വെള്ളവും ചേർക്കണം. ഇത് തൈര് ചേർത്ത് അരച്ചതായതുകൊണ്ട് അധികം തിളപ്പിക്കരുത്. ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ചുവന്ന മുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം.
ഇപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് അത് ഇളക്കാതെ അടച്ചു വയ്ക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് ഇളക്കി ചോറിൻ്റെ കൂടെ നമുക്ക് വിളമ്പാം. ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ.